പ്രശ്നം പ്രതിഷേധമാക്കാനും പ്രതിഷേധമാക്കാതിരിക്കാനും കഴിവുള്ളവരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. കേരളം ചർച്ച ചെയ്യുന്നത് വാർത്തകൾക്കും സംഭവങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്തെ നെറേറ്റീവുകളാണ്. നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അവിടെ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഓരോ വിഷയങ്ങളെയും നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് കോടികളുടെ PR യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ പ്രാപ്തമായ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ കക്ഷികൾ അരങ്ങുവാഴുന്ന ഇടമാണ് കേരള രാഷ്ട്രീയം. സ്വാഭാവികമായും നട്ടുച്ചയ്ക്ക് നിന്നത് പാതിരാത്രിയാണെന്ന് പറയാനും പാതിരാത്രിക്ക് നിന്നത് പട്ടാപ്പകലാണെന്ന് പറയാനും ശേഷി അവർക്കുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്ന തലച്ചോറ് വാടകയ്ക്ക് കൊടുത്ത സൈബർ അണികൾക്ക് അവർക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അവരെന്ത് പറയുന്നു അതാണ് അവരുടെ യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് നമ്മളും പരുവപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പുന്നപ്രയിലെ ഉഷ ജോസഫിൻ്റെ നേരിടേണ്ടി വന്ന ദുര്യോഗം. അവർക്ക് പിന്നീട് അവരുടെ വയറ്റിലുണ്ടായിരുന്ന കത്രികയാണ് പോയ 5 വർഷക്കാലം അവർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുടെ കാരണമെന്ന് തിരിച്ചറിയുമ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ച് കണ്ണുനീരുമായി ആ സ്ത്രീ നിൽക്കുകയാണ്. ആ വാർത്ത കേരളം ചർച്ച ചെയ്തു തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ പിറ്റേന്ന് പുലർച്ചെ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായില്ലേ? ഡോക്ടർ ലളിതാംബികയുടെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായി. അങ്ങനെയൊക്കെ തന്നെയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ പ്രതിഷേധിക്കേണ്ടത്. പക്ഷേ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധമുണ്ടായി. അതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് മുൻപ് പ്രതിഷേധമുണ്ടായി. പക്ഷേ വീട് തള്ളി തുറന്ന് അവിടെ കൊണ്ടുപോയി റീത്ത് വെക്കുക എന്ന് പറയുന്നത് അത് അനുകരണീയമായൊരു മാതൃകയല്ല. അത് മാതൃകയേ അല്ല. അത് ശരിയാണ്. ആ നിലയ്ക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണ്? ആറന്മുളയിലെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടായി. നോക്കൂ, വീട് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളരെ പ്രൈവറ്റായ ഇടമുണ്ട്. അവിടെ ഒരാൾ പൊതുജീവിതം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം അവരുടെ വീട്ടുകാർ മുഴുവനും ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ല. വീട് നമ്മളുടെ വളരെ പ്രൈവറ്റായ ഇടങ്ങളാണ്. അവിടേക്ക് പ്രതിഷേധം ഉണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുൻപ് ലിഖിതമായിട്ടല്ലെങ്കിലും അത്തരം ധാരണകൾ ഉണ്ടായിരുന്നു. വീടുകളിലേക്ക്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലേക്ക് പ്രതിഷേധം ഉണ്ടാകരുത് എന്ന ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.